നമസ്തേ, ഞാൻ ഡോക്ടർ ലേഖ കെ.എൽ, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് സർജൻ, അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. സാധാരണ ഒരു പ്രഗ്നൻസി എല്ലാ മാസവും റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് വേണമോ, സ്കാനുകൾ വേണമോ, ബ്ലഡ് ടെസ്റ്റ് വേണമോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നാറുണ്ട്. ഒരു സാധാരണ പ്രഗ്നൻസിയിൽ ഇതിന് ഇത്രയൊക്കെ പരിശോധനകളുടെ ആവശ്യമുണ്ടോ? പക്ഷേ എപ്പോഴാണ് ഒരു സാധാരണ നോർമലായുള്ള പ്രഗ്നൻസി അപകട സാധ്യത കൂടുതലുള്ള പ്രഗ്നൻസിയിലേക്ക് മാറുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ റെഗുലർ ആയുള്ള പരിശോധനകളിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. എന്താണ് ഹൈ റിസ്ക് പ്രഗ്നൻസി അഥവാ അപകട സാധ്യത കൂടുതലുള്ള പ്രഗ്നൻസി? അമ്മയുടെ നേരത്തെയുള്ള അസുഖങ്ങൾ കൊണ്ടോ, അതിൽ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൊണ്ടോ, അതോ കുട്ടിയുടെ വളർച്ചയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അപകട സാധ്യത സാധാരണ പ്രഗ്നൻസിയേക്കാൾ കൂടുതലുള്ള പ്രഗ്നൻസിയാണ് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. എന്താണ് ഇതിനുള്ളൊരു പരിഹാരം? ഹൈ റിസ്ക് പ്രഗ്നൻസി കൂടുതൽ ചെക്കപ്പുകളും ടെസ്റ്റുകളും മിക്കപ്പോഴും ആവശ്യമായി വരുന്നുണ്ട്. വേണ്ട സമയത്ത് അവ കണ്ടുപിടിക്കുകയും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണമോ അതോ ഡെലിവറിയിലേക്ക് പോകണോ എന്നുള്ള ഡോക്ടറിന്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ ഫെസിലിറ്റികളും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ സഹായം, മറ്റ് സ്പെഷ്യാലിറ്റിയിലെ ഡോക്ടേഴ്സിന്റെ സഹായം കൂടി മിക്കപ്പോഴും ആവശ്യമുണ്ട്. അതോടൊപ്പം നല്ലൊരു NICU, നവജാത ശിശു വിഭാഗത്തിന്റെ സഹായം ഈ ഹൈ റിസ്ക് പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റിൽ മിക്കപ്പോഴും വേണ്ടി വരുന്നുണ്ട്. സോ അത്തരം സൗകര്യങ്ങളുടെ ആശുപത്രിയിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഹൈ റിസ്ക് പ്രഗ്നൻസിയുടെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു പരിഹാരം.